ഹായ് ഹോൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നും ഒരു മോർണിംഗോടെയാണ് തുടക്കം. നല്ല നീറ്റ് വന്നപ്പോൾ കുറച്ച് ലേറ്റായി നീറ്റ് വന്നപ്പോൾ ഇതാ നല്ല മഴ കേട്ടോ. സ്കൂളും കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ കുറച്ച് നേരം വൈകിട്ട് നീറ്റത് കേട്ടോ. അപ്പോൾ നല്ല മഴയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്ത് ഇൻഡാലിയം ചട്ടി വെച്ചിട്ട് വെള്ളപ്പം ചുടാമെന്ന് കേട്ടോ. അങ്ങനെ ഇതാ ഗ്യാസുമ്മ ചുടാറുണ്ട്, പക്ഷേ അധികം ടേസ്റ്റാണ് ഇൻഡാലിയം ചട്ടിയിൽ ഇങ്ങനെ എണ്ണയൊക്കെ പറ്റിയിട്ട് വെള്ളപ്പം ചുട്ടാൽ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ട്. അപ്പോൾ ഇതാ മാവൊക്കെ സെറ്റായതിന് ശേഷം ചിലത് ശരിയാവും, ചിലത് കേടവരുന്നല്ല പറയാം. അപ്പോൾ ഞാൻ ദോശ ചുടുകയാണെങ്കിലും വെള്ളപ്പം ചുടുകയാണെങ്കിലും പുട്ട് ചുടുകയാണെങ്കിലും ഫസ്റ്റത്തെ ഫ്ലോപ്പ് ആവും കേട്ടോ. അപ്പോൾ ഇതും അങ്ങനെ തന്നെ ഫ്ലോപ്പ് ആയിക്കണേ. കാരണം എന്താ അറിയോ, ചട്ടി ചൂടേറി അതന്നെ. അങ്ങനെ ഇതാ ഒന്നാമത്തെ ചുട്ടു കുളായി, ജസ്റ്റ് ഒന്ന് കരിഞ്ഞു വയ്ക്കണം കേട്ടോ. രണ്ടാമത്തും ചുട്ടു, അതും ഏകദേശം ഇതേപോലെ. ഈ ചുട്ടല്ലോ ശരിയാവുക. അതേപോലെ തന്നെ കുറേ ആണ്ട് ചുട്ട് ശരിയാകുമ്പോൾ പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള അപ്പമായിട്ട് കിട്ടും കേട്ടോ. തലേന്നത്തെ കുറച്ച് കടലക്കറി ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ചട്നി പറ്റാത്തവർക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക വെച്ചിട്ട് ഞങ്ങൾ ചട്നി ഉണ്ടാക്കാനുള്ള തീരുമാനത്തിലെട്ടുന്നത്. അപ്പോൾ ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം വീട്ടിലത്തെ ഈ മുളകും കാര്യങ്ങളായിട്ട് യൂസ് ചെയ്യുക. കണ്ടില്ലേ, നല്ല അടിപൊളിയായി കിട്ടിയിരിക്കണേ. അപ്പോൾ എന്താ പറഞ്ഞത്, ഒടുക്കം നന്നായാൽ തൊടുക്കം നന്നാവുന്നല്ലോ, അങ്ങനെ എന്തോ പറയുമല്ലോ. തന്നെ ഇനിയിപ്പോൾ ഇതാ എൻ്റെ വീരാൻ നീച്ചാൻ നിൽക്കണേ. ഓൺ നീച്ചാൽ മസ്റ്റായിട്ടും പാല് ഫസ്റ്റ്. അപ്പോൾ അതുകൊണ്ടാണ്ട് കഴിച്ചിട്ട് പിന്നെ ബാക്കിയുള്ള പരിപാടി തുടങ്ങുള്ളൂ കേട്ടോ. അങ്ങനെ ഇതാ ചട്നി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ സ്കിൻ കെയർ റൊട്ടീനൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. അങ്ങനെ വലിയ സ്കിൻ റൊട്ടീനൊന്നുമല്ല, ജസ്റ്റ് എല്ലാവരും കോമണായി ചെയ്യണ ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇന്ന് വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ പണിക്കാരെന്ന് ലാസ്റ്റത്തെ ദിവസം കേട്ടോ. അപ്പോൾ നമ്മളെ ലാസ്റ്റ് ദിവസം അവളൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മോൾക്കൊരു മധുരം ഉണ്ടാക്കിയതാട്ടോ. കൽത്തപ്പാണ്. അപ്പോൾ അമ്മ പറയണത് മുന്ന് കൊളായി എന്നൊക്കെ കേട്ടോ. കാരണം പൊന്തിയത് ഇങ്ങനെ ഇതായിക്കണ്. അപ്പോൾ പിന്നെ പക്ഷേ അടുത്തത് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതാ അവർക്ക് അതൊക്കെ പീസാക്കിയിട്ട് കൊണ്ടുപോയി കൊടുക്കാം കേട്ടോ. ഇന്നുണ്ടല്ലോ ഒരു നാടൻ മീൻ കേട്ടോ. അതായത് മീനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ ചിരങ്ങ ഉപ്പേരിയും പിന്നെ കുമ്പളങ്ങ കറിയും ഉണക്കൽ മീൻ പൊരിക്കാമെന്ന് കേട്ടോ വിചാരിച്ചിരിക്കുന്നത്. നമ്മളുണ്ടല്ലോ, നമ്മളെ കുട്ടികളെയും നമ്മളെ വീടൊക്കെ നല്ല വൃത്തിയിലും നല്ല ഇതിലും കൊണ്ടെടുക്കും. എന്തൊക്കെ റീമേക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവരെ, ഇപ്പോൾ മക്കളെ കാര്യം നോക്കുകയാണെങ്കിൽ അവരെ നമുക്ക് എങ്ങനെയൊക്കെ നോക്കാൻ പറ്റും, എങ്ങനെയൊക്കെ കെയർ ചെയ്യാൻ പറ്റും, അതൊക്കെ നമ്മൾ ചെയ്യും. അവർക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കുക, ഏറ്റവും ബെറ്റർ ഏതാ, അങ്ങനെ. ഇനിയിപ്പോൾ വീടിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ തന്നെ. എവിടെയൊക്കെ നമ്മൾ നന്നായിട്ട് വൃത്തിയാക്കും, അതേപോലെ എവിടെയൊക്കെ നമുക്ക് റീമേക്ക് ചെയ്യാൻ തോന്നണം അവിടെയൊക്കെ അത് ചെയ്യും. നല്ല നീറ്റിൽ എപ്പോഴും നല്ല രീതിയിൽ കൊണ്ടെടുക്കും. പക്ഷേ പലപ്പോഴും പലരും മറന്നു പോകുന്നൊരു കാര്യം വെച്ചാൽ നമ്മുടെ സ്കിന്ന്, നമ്മുടെ കാര്യം നമുക്ക് എപ്പോഴും ഒരു സ്പേസ് ഇടും. നമ്മൾ കുറച്ചൊക്കെ കഴിഞ്ഞാൽ ഒരു 25-26 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മൈൻഡ് ചെയ്യാതാവും. അപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ അവർക്കൊക്കെ ഒരു വില കൊടുക്കണ പോലെ തന്നെ നമ്മുടെ സ്കിന്നിനും നമ്മളതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒന്ന് വില കൊടുക്കുക. നമ്മളെപ്പോഴും മറ്റുള്ള കാര്യത്തിന് എൻഗേജ്ഡ് ആവാതെ നമുക്കായിട്ടൊരു സമയം കണ്ടെത്തുക നമ്മളുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇപ്പം ഉണ്ടല്ലോ വെയിലൊക്കെ മാറി, അതായത് ചൂടൊക്കെ കുറഞ്ഞ് ഇപ്പോൾ നല്ലൊരു സമയം, നല്ലൊരു കാലാവസ്ഥ ആയല്ലോ. ഇപ്പോഴൊക്കെ നമ്മളെ സ്കിന്നിനെ കെയർ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ റിസൾട്ട് തരും കേട്ടോ. അങ്ങനത്തെ ഒരു സമയമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പം അങ്ങനെ ഇതിപ്പോൾ ഉണ്ടല്ലോ പാല് ഞങ്ങൾക്ക് ഒരു 11-12 മണി ആ സമയത്താട്ടോ പാല് കിട്ടാറ്. അപ്പോൾ മക്കൾക്ക് രാവിലെ കൊടുക്കൽ ഇതിൻ്റെ പകുതി എടുത്തിട്ട് രാവിലേക്കൊക്കെ അങ്ങനെ കേട്ടോ കൊടുക്കാറുള്ളത്. ഇവരുണ്ടല്ലോ കേട്ടോ ഈ പാലിൻ്റെ ഏക ഉടമകൾ, അവകാശികൾ. ഞാനുണ്ടല്ലോ ഒരുപാട് സ്കിൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ ഒരുപാട് ഹോം റെമഡി ചെയ്യുന്ന ആളോ അങ്ങനെയൊന്നുമല്ല കേട്ടോ. എനിക്ക് ചെയ്തിട്ട് റിസൾട്ടുള്ള ഒരു കാര്യം മാത്രമേ ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ മോനെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം അവന് ടോയ്സൊക്കെ പരത്തി കളിക്കാനിരുത്തിക്കാണ്ട് കേട്ടോ ഞാൻ ഈ പരിപാടിക്ക് ഒരുങ്ങണത്. ആദ്യം വേണ്ടത് ഇവരുടെ മൂഡ് ശരിയാക്കുക എന്നതാണ്.
അപ്പോൾ അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഞാൻ എനിക്ക് ഫുഡ് ഉണ്ടാക്കി കാട്ടുക എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഫുഡ് ഉണ്ടാക്കി തരിക കേട്ടോ. അങ്ങനെയൊക്കെ നമ്മളും ആ കളിയിൽ ഒരു പങ്കാളിയായി ഏർപ്പെട്ട് ആ മൂഡ് അതിക്കുണ്ട് ടച്ച് ആവണ വരെ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണം. അങ്ങനെ എനിക്കിതാ ഫുഡൊക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ഞാൻ മുഖമൊക്കെ നന്നായിട്ട് ഫ്രഷ് ആക്കി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു തക്കാളിയുടെ ഒരു പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഹണിയാട്ടാ. അപ്പോൾ കുപ്പിമ്മ സ്റ്റിക്കറൊന്നും ഇല്ലല്ലോ പറഞ്ഞിട്ട് മോളുടെ പണിയാട്ടാ ഇത്. നെസിൽ പൊട്ടിച്ചക്കൽ ചിലവരുണ്ടല്ലോ തക്കാളിയിൽ പിന്നെ കോഫി പൗഡറും അതേപോലെ പഞ്ചസാരയൊക്കെ ആഡ് ചെയ്ത് തേക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ. പക്ഷെ എനിക്കുണ്ടല്ലോ റിസൾട്ട് കിട്ടിയിട്ടുള്ളതും എനിക്കൊന്നും കൂടെ നല്ലതിൻ്റെ സ്കിന്നിന് ചേരുന്നത് ഹണി ആയിട്ടാട്ടാ തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാനെപ്പോഴും ഇങ്ങനെ ചെയ്യാറുള്ളത്. വീക്ക്ലി 2 പ്രാവശ്യമായിട്ടാണ് ഞാനിത് ചെയ്യാറുള്ളത്. ഇതുണ്ടല്ലോ നമ്മളുടെ കരിവാളിപ്പും ചെറിയ ചെറിയ ബ്രൗൺ കളറുള്ള സ്പോട്സും അതുപോലെ മുഖക്കുരു വന്ന പാടും ഇതിനൊക്കെ കൺട്രോൾ ചെയ്യാൻ തക്കാളിക്ക് നല്ലൊരു കഴിവുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മുഖത്ത് നന്നായിട്ട് ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ റിമൂവ് ചെയ്യാൻ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു തക്കാളി, ഈ ഒരു ഫേസ് പാക്ക് ആട്ടോ. ഇനി ഞാനിതാ 5 മിനിറ്റ്സ് ആട്ടോ ഈ ഒരു സമയം കയ്യിൽ ഞാൻ തേച്ചിട്ടുണ്ട് കേട്ടോ. ഗുഡ് ബോയ് ഏട്ടാ. നല്ല കുട്ടിയേട്ടാ. എന്നും ഇങ്ങനെ ചെയ്യണേട്ടാ, എന്നും ഇങ്ങനെ ചെയ്യൂല. നമ്മളെ കുട്ടികൾ നല്ലത് ചെയ്യുമ്പോൾ നല്ലത് പറയണമല്ലോ. അപ്പോൾ ആ ഒരു 5 മിനിറ്റ് വെയിറ്റിങ് ഞാൻ ഇങ്ങനെ കണ്ട് കഴിച്ചുവിട്ടിട്ടാ. പിന്നെ ബാത്റൂം കഴുകലും ബാക്കിയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനിടയിൽ ഒന്ന് നിസ്കാരം കൂടെ കഴിച്ച് അത് പിന്നെ അങ്ങനെ വെച്ചാൽ മടിയാടോ ളുഹർ നിസ്കരിക്കാൻ. നിങ്ങൾക്ക് ആർക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഫൈനലി ഈ ഒരു ക്രീമും പിന്നെ ഉണ്ടല്ലോ ഈ തക്കാളിയിൽ ലൈക്കോപ്പീൻ അടങ്ങിയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് അറിയിക്കാം. അപ്പോൾ ഓക്കെ, ബൈ.